செஞ்சுட்டு இருக்காரு. அந்த படம் இந்த படத்துக்கும் அதுக்கும் ரொம்ப சூப்பராகவே இருக்கு. രാവിലെ 6 മണിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് വന്ന് ചുമ്മാ ഒന്നും ആയില്ല, ആഘോഷിച്ച്. ടെസ്റ്റിന് പോലും എന്തോരം റെലവൻ്റ് ആണെന്നുള്ളതും കൂടി പടം കാണുമ്പോൾ എത്രത്തോളം ഡേഞ്ചറസിലോട്ട് പോകാന്നുള്ള സംഭവം കൂടി ഉണ്ട്. അത് പടം കാണുമ്പോൾ മനസ്സിലാവും. ഏറ്റവും കൂടുതൽ എത്രയും പെട്ടെന്ന് അടിപൊളിയായിട്ട് പടം കാണാൻ നോക്കുക. കാരണം ലാസ്റ്റ് ഡാൻസും കൂടിയാണ്. സോ നമുക്ക് ഭയങ്കര ഇമോഷണലാണ്. അത്രേ ഉള്ളൂ. സൂപ്പർ പടം, അടിപൊളി പടം, ഒന്നും പറയാനില്ല. പടം കണ്ടിട്ട് ഈ സെൻസർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു തോന്നിയായിരുന്നു. എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ VFX ഒക്കെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കാം അങ്ങനെ ഒരു രീതിയിൽ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ബാക്കിയുള്ള ബസ്സിന് പടം അടിപൊളി. മമിതയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മമിത സൂപ്പർ, ഒന്നും പറയാനില്ല. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായിരുന്നു. മമിതയ്ക്ക് ഇത്രേ ഉള്ളൂ നമുക്ക് തോന്നുന്നു. സെക്കൻഡ് ഹാഫ് ഓടിച്ചടി. ഒരു പടം മൊത്തം കഴിഞ്ഞിട്ട് വിജയനെ കുറച്ച് പിക്ചർ കാണിച്ചു. അപ്പൊ ശരിക്കും കാണുന്നത് ഭയങ്കരമായി. കാരണം വിജയിന് പടം കണ്ട് വളർന്നു വരാം. അവസാനം വിജയ് ഇല്ലെന്ന് വിചാരിക്കുമ്പോ ഇനിയിപ്പോ ഇലക്ഷന്റെ കാര്യം പറഞ്ഞിട്ട് അവിടെ നിന്ന് കുറെ കാര്യങ്ങൾ കാണാൻ പറ്റും. അതെങ്കിലും കാണാൻ അയ്യോ, അത് പറയാൻ സത്യമായിട്ട് പറയണ്ട. ഒന്നും ലാസ്റ്റ് ക്ലൈമാക്സിൽ വിജയും മമിത ബൈജുവിന്റെ ഫൈറ്റ് ഉണ്ട്. ഒരു രക്ഷയില്ലേ. ഞാൻ എന്തോ നമ്മുടെ മമിത ബൈജു തന്നെ ആണോ അതേപോലത്തെ ഒരു ഫൈറ്റ്, വീട്ടിലും ഫൈറ്റ്. അതായത് രാവിലെ 6 മണിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് വന്ന് ചുമ്മാ ഒന്നും ആയില്ല, ആഘോഷിച്ച്.